ക്രൈസ്തവ വിശ്വാസവും ഇസ്ലാമും പല വിധത്തിലുള്ള ആശയ സംവാദങ്ങൾക്കും ചർച്ചകൾക്കും ഇടം പിടിക്കുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. ഇത് പുതിയ കാര്യമൊന്നുമല്ല. ഇസ്ലാം ഉത്ഭവിക്കുന്ന 6-ാം നൂറ്റാണ്ട് മുതൽ ആശയപരവും ശാരീരികവുമായ എതിർപ്പുകൾ അത് ക്രൈസ്തവ വിശ്വാസത്തോട് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ക്രൈസ്തവ വിശ്വാസത്തിന് ദുർവ്യാഖ്യാനങ്ങൾ ചമച്ചുകൊണ്ടും ക്രൈസ്തവ സാമ്രാജ്യങ്ങളിലേക്ക് അധിനിവേശങ്ങൾ നടത്തിക്കൊണ്ടും ക്രിസ്തീയ വിശ്വാസത്തിന് ഇസ്ലാം ഏൽപ്പിച്ച ആഘാതങ്ങൾ കുറച്ചൊന്നുമല്ല. എങ്കിലും രക്തസാക്ഷികളുടെ ചുടുനിണത്തിലൂടെ സഭാതരു ശക്തമായി തന്നെ വളരുകയും നിലനിൽക്കുകയും ചെയ്യുന്നു. മതരാഷ്ട്രവാദികളായ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അക്രമങ്ങൾക്ക് 21-ാം നൂറ്റാണ്ടിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവർ ഇരകളാക്കപ്പെടുന്നുണ്ട്. ക്രൈസ്തവ വിശ്വാസത്തെ അപഹസിച്ചും ഇകഴ്ത്തിക്കാട്ടിയും ചില പ്രത്യേക ഗ്രൂപ്പുകൾ ലോകവ്യാപകമായി തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഈ പശ്ചാത്തലത്തിൽ സത്യാന്വേഷി ക്രൈസ്തവികതയും ഇസ്ലാമും എന്ന ഒരു പഠന പരമ്പരയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. ആദ്യ ഭാഗത്തേക്ക് ഏവർക്കും സ്വാഗതം. രണ്ട് വിശ്വാസധാരകളെക്കുറിച്ചുള്ള ഒരു പഠനമാണിത്. ഇസ്ലാം വിശ്വാസത്തെ ഇകഴ്ത്തി കാണിക്കാനുള്ള ബോധപൂർവകമായ യാതൊരു ശ്രമവും ഇതിലില്ല. പക്ഷേ ക്രൈസ്തവ വിശ്വാസം എങ്ങനെയാണ് തനിമയുള്ളതും യുക്തിഭദ്രവും കൂടുതൽ ധാർമ്മിക ബോധമുള്ളതും സ്വീകാര്യവുമായി നിലകൊള്ളുന്നത് എന്ന് വിശദീകരിക്കാൻ ഈ പരമ്പരയിൽ ശ്രമിക്കുന്നതാണ്. ക്രൈസ്തവ വിശ്വാസത്തിന് ഇസ്ലാമിക പ്രഭാഷകർ നൽകുന്ന ദുർവ്യാഖ്യാനങ്ങൾ, ചരിത്രത്തിൻ്റെ നേർവിവരണങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഈ ആദ്യ ഭാഗത്ത് രണ്ട് വിശ്വാസധാരകളുടെയും ഉത്ഭവത്തെക്കുറിച്ചുള്ള വിശദീകരണമാണ് നൽകുന്നത്. ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ തന്നെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇസ്ലാമിക ചരിത്രത്തിൻ്റെ ഈ ഭാഗം തയ്യാറാക്കിയിരിക്കുന്നതും. ഇസ്ലാമിൻ്റെ ഉത്ഭവത്തെ സംബന്ധിച്ചുള്ള പഠനത്തിൽ മുഹമ്മദ് എന്ന ഏക വ്യക്തിയെയാണ് നമ്മൾ കണ്ടുമുട്ടുക. അദ്ദേഹത്തിലാണ് ഇസ്ലാം മതത്തിൻ്റെ ആരംഭം കുറിക്കുന്നത്. ഗോത്ര സംസ്കാരം നിലനിന്നിരുന്ന സൗദി അറേബ്യയിലെ ഖുറൈഷ് ഗോത്രത്തിൽ ഹാഷിം കുടുംബത്തിൽ അബ്ദുള്ളയുടെയും ആമിനയുടെയും മകനായി AD 570 മുഹമ്മദ് ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജനനത്തിന് മുൻപേ പിതാവും 6 വയസ്സുള്ളപ്പോൾ അമ്മയും മരിച്ചതിനാൽ പിതാമഹൻ അബ്ദുൾ മുക്തലീബിനാലും പിന്നീട് അമ്മാവനായ അബൂ താലിബിനാലുമാണ് അദ്ദേഹം വളർത്തപ്പെട്ടത്. 25 വയസ്സ് പ്രായമുള്ളപ്പോൾ സിറിയയിലേക്കുള്ള യാത്രാമധ്യേ ഖുറൈഷ് ഗോത്രത്തിൽപ്പെട്ട 40 വയസ്സുകാരിയായ ഖദീജ എന്ന ധനിക വിധവയെ അദ്ദേഹം വിവാഹം കഴിച്ചു. അതോടെ മുഹമ്മദും ധനികനായി തീർന്നു. അവരുടെ വിവാഹബന്ധത്തിൽ 4 പെൺകുട്ടികളും 2 ആൺകുട്ടികളും ജനിച്ചു. ഒരു കുട്ടി മാത്രമേ ജീവിച്ചുള്ളൂ. ഖദീജയുടെ മരണം വരെ അദ്ദേഹം വേറെ വിവാഹം ചെയ്തിരുന്നില്ല എന്ന് ചരിത്രം പറയുന്നു. എന്നാൽ അവരുടെ മരണശേഷം അദ്ദേഹത്തിന് 12 പത്നിമാരും നിരവധി ഉപനാരിമാരും ഉണ്ടായിരുന്നു എന്ന് ഹദീസുകളുടെ ശേഖരമായ സഹീഹ് അൽ ബുഖാരി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അക്കാലത്ത് സൗദി അറേബ്യയിൽ ക്രൈസ്തവരും യഹൂദരും മറ്റ് ബഹുദൈവ വിശ്വാസികളടക്കമുള്ള ഗോത്രദൈവ വിശ്വാസികളും ഉണ്ടായിരുന്നു. ഗോത്ര സംസ്കാരം പ്രബലമായിരുന്നു. ഓരോ ഗോത്രത്തിനും അവരുടേതായ ഗോത്രദൈവങ്ങളോ കുലദൈവങ്ങളോ ഉണ്ടായിരുന്നു. ഖുറൈശികളുടെ ഗോത്രദൈവമായിരുന്നു ഹുബാൽ എന്ന ചന്ദ്രദേവൻ. ഖുറൈശികളുടെ ഗോത്രക്ഷേത്രമായിരുന്ന കാബായിലെ പ്രധാന ദേവനായിരുന്നു ഹുബാൽ. ഹുബാളിൻ്റെ പരിഷ്കരിച്ച നാമമാണ് അള്ളാഹു എന്നവകാശപ്പെടുന്ന ചരിത്ര പണ്ഡിതരുണ്ട്. അതിനാലാണത്രേ ഇസ്ലാമിനോട് ബന്ധപ്പെട്ട് ചന്ദ്രബിംബവും ചന്ദ്രമാസ കലണ്ടറുമെല്ലാം പ്രധാനപ്പെട്ടതാകുന്നത്. എന്നാൽ ഈ നിഗമനത്തോട് വിയോജിക്കുന്ന മുസ്ലിം പണ്ഡിതരും ഉണ്ട്. ഇസ്ലാം പണ്ഡിതനും നിയമജ്ഞനുമായ നോർമൻ ആൻഡേഴ്സന്റെ വേൾഡ്സ് റിലീജിയൻസ് എന്ന ഗ്രന്ഥത്തിൽ ഗവേഷണങ്ങളിൽ നിന്നുള്ള അനുമാനങ്ങളിൽ അദ്ദേഹം എത്തിച്ചേരുന്നത് ഇങ്ങനെയാണ്. പുരുഷപ്രായത്തിലെത്തിയ മുഹമ്മദ് ആത്മീയ താൽപ്പര്യങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങി. ഏകാന്തവാസത്തിനും ധ്യാനത്തിനുമായി അദ്ദേഹം ഗുഹകളിൽ പോയി വിശ്രമിക്കുമായിരുന്നു. തൻ്റെ ജന്മദേശമായ മെക്കയിലെ ജനങ്ങളുടെ ബഹുദൈവ വിശ്വാസവും അന്ധവിശ്വാസങ്ങളും അദ്ദേഹത്തെ അസംതൃപ്തനാക്കിയിരുന്നു. അങ്ങനെ തൻ്റെ സമീപ പ്രദേശങ്ങളിലെ യഹൂദ ക്രൈസ്തവ വിശ്വാസങ്ങളിലെ ഏകദൈവ വിശ്വാസത്തെക്കുറിച്ചും അതിൻ്റെ മേന്മയെക്കുറിച്ചും മുഹമ്മദ് ചിന്തിച്ചു തുടങ്ങി. അൽ ഹീറയിലും
പേർഷ്യയിലും നെസ്തോറിയൻ വിശ്വാസികളായ ക്രൈസ്തവരുണ്ടായിരുന്നു. മദീനയിലും യമനിലും ധാരാളമായി യഹൂദരുമുണ്ടായിരുന്നു. യഹൂദ ക്രൈസ്തവ പാരമ്പര്യങ്ങളുമായി ചെറുപ്പകാലം മുതൽ ബന്ധമുണ്ടായിരുന്ന മുഹമ്മദിൻ്റെ ഏകദൈവ വിശ്വാസത്തിൻ്റെ ഉറവിടം മറ്റെന്തെങ്കിലും ആയിരിക്കും എന്ന സംശയത്തിൻ്റെ ആവശ്യമില്ല. ഇസ്ലാം പണ്ഡിതനായ റോബർട്ട് സ്പെൻസർ മറ്റൊരു സാധ്യതയും കുറിക്കുന്നുണ്ട്. മുഹമ്മദിൻ്റെ ഭാര്യയുടെ അർദ്ധ സഹോദരനായിരുന്ന വറാഖ ഒരു ക്രിസ്ത്യൻ സന്യാസിയായിരുന്നു അത്രേ. അദ്ദേഹത്തിൽ നിന്നാകാം യേശുക്രിസ്തുവിനെ കുറിച്ച് മുഹമ്മദ് മനസ്സിലാക്കിയത് എന്നാണ് സ്പെൻസറുടെ അഭിപ്രായം. പ്രപഞ്ച സൃഷ്ടാവായ ഒരു ദൈവമുണ്ടെന്നും ആ ദൈവം അന്ത്യവിധി ദിനത്തിൽ ഒരുവനെ അവൻ്റെ പ്രവർത്തികളുടെ അടിസ്ഥാനത്തിൽ വിധിക്കുമെന്നും സ്വർഗമോ നരകമോ അവർക്ക് പ്രതിഫലമായി ലഭിക്കുമെന്നും എല്ലാം അദ്ദേഹം മനസ്സിലാക്കിയത് വറാഖിൽ നിന്നാണ്. ഇത് പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ദൈവവീക്ഷണങ്ങളെ കാര്യമായി സ്വാധീനിച്ചിട്ടുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. മുഹമ്മദിന് 40 വയസ്സുള്ളപ്പോൾ മക്കയിലെ ഹീറാ മലയിൽ ധ്യാനത്തിലായിരുന്ന സമയത്ത് ജബ്രീൽ മലക്കിൻ്റെ സന്ദേശം ലഭിച്ചു എന്നാണ് ഇസ്ലാമിക ചരിത്രം അവകാശപ്പെടുന്നത്. നിന്റെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് വായിക്കുക എന്നാണ് മാലാഖ പറഞ്ഞത് എന്ന് അദ്ദേഹത്തിൻ്റെ അനുയായികൾ വിശ്വസിക്കുന്നു. മലക്കിൻ്റെ വെളിപ്പെടുത്തലിൽ ഭയപ്പെട്ട മുഹമ്മദിനെ ധൈര്യപ്പെടുത്തിയതും ഒരുപക്ഷെ അള്ളാഹു അദ്ദേഹത്തെ തൻ്റെ പ്രവാചകനായി നിയമിച്ചതാകാം എന്നുമുള്ള ആശ്വാസം നൽകിയതും ഭാര്യയായ ഖദീജയാണെന്നും ഡാനിയൽ അലിയും ഹെർബർട്ട് സ്പെൻസറും ചേർത്ത് എഴുതുന്ന പഠനഗ്രന്ഥം വിശദീകരിക്കുന്നുണ്ട്. ഇസ്ലാം വിശ്വാസം അനുസരിച്ച് പിന്നീട് 23 വർഷത്തേക്ക് ഇടവിട്ട് മുഹമ്മദിനുണ്ടായ ദർശനങ്ങൾ അക്ഷരാഭ്യാസമില്ലാതിരുന്ന അദ്ദേഹം മനപ്പാടമാക്കി തൻ്റെ ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയും അവരത് കല്ലിലും മൃഗങ്ങളുടെ എല്ലിലും തുകലിലുമെല്ലാം എഴുതി വയ്ക്കുകയും ചെയ്തു. മുഹമ്മദിൻ്റെ മരണശേഷം 3ാമത്തെ ഖലീഫയായ ഉസ്മാന്റെ കാലത്ത് വ്യത്യസ്തമായ ഖുറാൻ വിവരണങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയതിനാൽ സയ്യിദ് ഇബിൻ താബിത്ത് എന്ന പണ്ഡിതനെ ഖുറാൻ ക്രോഡീകരിക്കാൻ അദ്ദേഹം ചുമതലപ്പെടുത്തി. അദ്ദേഹം ശേഖരിച്ച കോപ്പികൾ മുഹമ്മദിൻ്റെ പത്നിയായിരുന്ന ഹഫ്സയുടെ പക്കലുണ്ടായിരുന്ന കോപ്പിയുമായി താരതമ്യം ചെയ്തപ്പോൾ വൈരുദ്ധ്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഹഫ്സയുടെ പക്കലുണ്ടായിരുന്ന പകർപ്പിൻ്റെ പല കോപ്പികൾ എടുത്ത് ഇസ്ലാം സാമ്രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു എന്നാണ് മുൻപ് സൂചിപ്പിച്ച ചരിത്ര പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. മുഹമ്മദിൻ്റെ ജന്മദേശമായ മെക്കയിൽ അദ്ദേഹത്തിൻ്റെ ഈ പുതിയ വിശ്വാസധാരയ്ക്ക് എതിർപ്പുകൾ നേരിട്ടു. മെക്ക നിവാസികൾ തിരസ്കരിച്ചതിനാൽ അദ്ദേഹവും അനുയായികളും ഒരു ക്ഷണപ്രകാരം മദീനയിലേക്ക് കുടിയേറി പാർത്തു. ഈ പലായനത്തെയാണ് ഹിജറ എന്ന് വിളിക്കുന്നത്. എല്ലാ ഇസ്ലാമിക കലണ്ടറുകളും അവരുടെ ആരംഭമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ക്രിസ്തുവർഷം 622 ജൂലൈ 16 എന്ന തീയതിയാണ്. എന്നാൽ മദീനയിലെയും ജനങ്ങൾ, പ്രത്യേകിച്ച് ക്രൈസ്തവ യഹൂദ ജനതകൾ അദ്ദേഹത്തിൻ്റെ നവീന ദൈവസങ്കല്പത്തെ അംഗീകരിച്ചില്ല. അങ്ങനെ വീണ്ടും അദ്ദേഹം മക്കയിലേക്ക് മടങ്ങി വരികയും മക്കയെ കീഴടക്കുകയും മക്കയിലെ കാബയ്ക്ക് ചുറ്റുമുണ്ടായിരുന്ന വിഗ്രഹങ്ങളെല്ലാം നശിപ്പിച്ച് അള്ളാഹു മാത്രമാണ് ദൈവമെന്ന് സ്ഥാപിക്കുകയും ചെയ്തു. മക്കയിലേക്ക് മടങ്ങി വന്നതിന് ശേഷം മരണം വരെ തൻ്റെ വിശ്വാസം പ്രചരിപ്പിക്കാൻ സർവശക്തിയും എടുത്ത് എല്ലാവിധത്തിലും അദ്ദേഹം പരിശ്രമിക്കുകയുണ്ടായി. പിൻഗാമികളെ നിശ്ചയിക്കാതെ പെടുന്നനെ മരിക്കേണ്ടി വന്നതിനാൽ പിന്നീട് അധികാര തർക്കങ്ങളും മറ്റും രൂപപ്പെടുകയും അധികാരത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ തന്നെ ആരംഭിക്കുകയും ചെയ്തു. ചരിത്രപരമായ സുന്നി ഷിയ സംഘർഷങ്ങളുടെയും പശ്ചാത്തലം ഇതാണ്. വളരെ ഹ്രസ്വമായി ഇസ്ലാമിൻ്റെ ചരിത്രത്തിലേക്ക് കണ്ണോടിക്കുകയാണ് നമ്മൾ ചെയ്തത്. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ചരിത്രപരമായ ഉത്ഭവത്തെ ക്രിസ്തുവർഷം 1-ാം നൂറ്റാണ്ടിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. എന്നാൽ ക്രൈസ്തവ വിശ്വാസം അപ്പാടെ ആരംഭിക്കുന്നത് ക്രിസ്തുവർഷം 1-ാം നൂറ്റാണ്ടിലാണ് എന്ന് പറയുന്നത് വസ്തുതാപരമായി ശരിയല്ല താനും. കാരണം ക്രൈസ്തവ വിശ്വാസം വിശ്വാസികളുടെ പിതാവായി കരുതുന്ന അബ്രാഹത്തിലാണ് യഥാർത്ഥത്തിൽ ആരംഭം കുറിക്കുന്നത്. അബ്രാഹത്തിൻ്റെ ജീവിത കാലഘട്ടമാകട്ടെ ക്രിസ്തുവിന് ഉദ്ദേശം 20 നൂറ്റാണ്ടുകൾക്ക് മുൻപാണ് താനും. ബൈബിൾ ചരിത്രത്തിൽ ക്രിസ്തുവിന് മുൻപുള്ള 20 ആണ്ടുകളുടെ സുദീർഘ കാലഘട്ടത്തെ നമുക്ക് പരിചയപ്പെടാൻ കഴിയും. ക്രിസ്തുവിന് മുൻപ് 15 മുതൽ 20 വരെയുള്ള നൂറ്റാണ്ടുകൾ പൂർവ്വപിതാക്കന്മാരുടെയും 12 മുതൽ 15 വരെയുള്ള നൂറ്റാണ്ടുകൾ പുറപ്പാടിൻ്റെ ചരിത്രത്തെയും വിശദീകരിക്കുന്നുണ്ട്. തുടർന്ന് ന്യായാധിപന്മാരുടെയും രാജാക്കന്മാരുടെയും കാലഘട്ടങ്ങളും രാജ്യ വിഭജനവും യൂദാരാജ്യത്തിൻ്റെ ഉദയവും വിപ്രവാസങ്ങളും
ഗ്രീക്ക്, റോമൻ ആധിപത്യങ്ങളുമെല്ലാം ബൈബിൾ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത്, ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ചരിത്രമെന്നത് നൂറ്റാണ്ടുകളുടെ പഴക്കവും അനേകം ദൈവിക മനുഷ്യരുടെ ജീവചരിത്രങ്ങളുടെ സംഗ്രഹവുമാണ് എന്നാണ്. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായ ഏകദൈവ ചിന്ത അതിപുരാതനമായ ഒന്നാണ്. ക്രിസ്തുവർഷം 6-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് തുടക്കം കുറിക്കുന്ന ഇസ്ലാമിക ചിന്തകളെക്കാൾ പഴക്കമേറിയതും താർക്കിക ഭദ്രതയുള്ളതുമായ ഒരു വിശ്വാസധാരയാണ് ക്രൈസ്തവർ പിഞ്ചെല്ലുന്നത്. അതായത് ക്രൈസ്തവ വിശ്വാസ പ്രമാണത്തിൽ ഏറ്റുപറയുന്ന വാക്കുകൾ സർവശക്തനും പിതാവും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നതിന് 2000 വർഷത്തെ പഴക്കമല്ല ഉള്ളത്, മറിച്ച് അതിനേക്കാൾ പഴക്കമുള്ള ഒരു ചരിത്രത്തിൻ്റെ ഉൽപ്പന്നമാണ് അത്. ഇസ്രായേലിൻ്റെ അനുദിന പ്രാർത്ഥനയായ ക്ഷേമ പ്രാർത്ഥനയാണ് അതിൻ്റെ പശ്ചാത്തലം. നിയമാവർത്തന ഗ്രന്ഥത്തിൽ 6-ാം അധ്യായം 4-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഓ ഇസ്രായേലേ കേൾക്കുക, നിന്റെ ദൈവമായ യഹോവ ഏകദൈവമാണ്. തങ്ങളുടെ വിശ്വാസ പ്രമാണത്തിൻ്റെ ആദ്യ വാക്കുകളിൽ തന്നെ ക്രൈസ്തവ വിശ്വാസം ഇസ്രായേലിൻ്റെ ഈ അടിസ്ഥാന വിശ്വാസത്തെ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ വിശ്വാസത്തെ ഏറ്റെടുക്കുന്നതോടൊപ്പം തന്നെ അവരുടെ കഠിനമായ ജീവിത പ്രയാസങ്ങളും ഉദ്യമങ്ങളും തീവ്രമായ വിശ്വാസ അനുഭവവും ദൈവത്തെ തേടിയുള്ള സാഹസിക പോരാട്ടങ്ങളുമെല്ലാം ക്രൈസ്തവർ സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നുണ്ട്. അതിനാൽ ക്രൈസ്തവ വിശ്വാസം പെട്ടെന്നൊരു പ്രഭാതത്തിൽ പൊട്ടിപ്പുറപ്പെടുന്നതല്ല എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. അതൊരു തുടർച്ചയാണ്, ഒരു നൈരന്തര്യമാണ്. പൂർവ്വപിതാവായ അബ്രാമിൽ ആരംഭിക്കുകയും അദ്ദേഹത്തിൻ്റെ തലമുറകളിലൂടെ കൂടുതൽ വ്യക്തമാവുകയും ചെയ്ത് ക്രിസ്തുവിൽ പൂർണ്ണമാകുന്ന ദൈവിക വെളിപാടാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായി നിലകൊള്ളുന്നത്. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രനായ ഈശോയിലുള്ള വിശ്വാസമാണ്. ദൈവത്തിൻ്റെ മനുഷ്യാവതാരം പഴയ നിയമ ജനതയ്ക്ക് നൽകപ്പെട്ട വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമായി സംഭവിക്കുന്ന ഒന്നാണ്, പെടുന്നനെ സംഭവിക്കുന്നതല്ല. ഈശോ എന്ന ചരിത്ര പുരുഷൻ ഒരു സുപ്രഭാതത്തിൽ താൻ ദൈവമാണ് എന്ന അവകാശവാദം ഉന്നയിക്കുന്നതുമല്ല. പഴയ നിയമ പ്രവചനങ്ങളുടെ പൂർത്തീകരണവും അടയാളങ്ങളിലൂടെയും വചനങ്ങളിലൂടെയുമുള്ള അവയുടെ സ്ഥിരീകരണവും ഈശോയിൽ ചരിത്രപരമായി തന്നെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ഈശോയുടെ സമകാലികരായിരുന്ന ശിഷ്യന്മാരും ചരിത്രകാരന്മാരും വിജാതീയ ഭരണകർത്താക്കൾ പോലും അവ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചിലപ്പോഴെങ്കിലും ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തെ അംഗീകരിക്കാനാവാത്ത ഇസ്ലാം പ്രഭാഷകരെ കണ്ടിട്ടുണ്ട്. സ്വയം വെളിപ്പെടുത്താനുള്ള ദൈവത്തിൻ്റെ അനന്തശക്തിയുടെ പ്രകടനമാണ് ഈ മനുഷ്യാവതാരം. അപരിമേയനായ ദൈവത്തിന് മനുഷ്യാവതാരത്തിലൂടെ വെളിപ്പെടുത്താൻ സാധിക്കില്ല എന്ന് വാദിക്കുന്നവരോട് സഭാപിതാക്കന്മാർ പറയുന്ന മറുപടിയും വ്യാഖ്യാനവുമാണ് നൽകാനുള്ളത്. ദൈവത്തിൻ്റെ അപരിമേയത തന്നെയാണ് മനുഷ്യാവതാരത്തിൻ്റെ അടിസ്ഥാനം. ദൈവം അപരിമേയനായതുകൊണ്ട് മനുഷ്യന്റെ ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുവാൻ അവിടത്തേക്ക് സാധിക്കും. ദൈവം ഈ പ്രപഞ്ചത്തെയും മനുഷ്യനെയും സൃഷ്ടിച്ചപ്പോൾ അവിടത്തേക്ക് ഒരു മാറ്റവും വന്നില്ല. അതുപോലെ ദൈവം തന്നെയായ വചനം മാംസം ധരിക്കുന്നതിലൂടെ വചനത്തിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. സൃഷ്ടികൾക്ക് മാറ്റം സംഭവിക്കുമ്പോഴും സൃഷ്ടാവിന് യാതൊരു പരിണാമവുമില്ല. ദൈവം തന്നിൽ തന്നെ പൂർണ്ണനായതുകൊണ്ട് മനുഷ്യാവതാരത്തിലൂടെ ദൈവത്തിൻ്റെ പൂർണ്ണത കൂടുന്നുമില്ല, കുറയുന്നുമില്ല. സഭാപിതാക്കന്മാരുടെ ഈ വ്യാഖ്യാനം ഹൃദയത്തിൽ സ്വീകരിക്കാൻ ഏവർക്കും സാധിക്കട്ടെ. ക്രൈസ്തവ വിശ്വാസമനുസരിച്ച് ജീവിക്കുന്ന ദൈവം എന്നത് ഏറെ സുപ്രധാനമായ വിശ്വാസത്തിൻ്റെ ഒരു പ്രകാശനമാണ്. നിത്യം ജീവിക്കുന്ന ദൈവം തൻ്റെ ഏകപുത്രനായ യേശു ക്രിസ്തുവിലൂടെ ഈ ലോകത്തിൻ്റെ രക്ഷ സാധ്യമാക്കുന്നു. രക്ഷ സാധ്യമാക്കുന്നതിനായി ലോകത്തിന് നൽകപ്പെട്ട ഏക മധ്യസ്ഥൻ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണെന്നും ക്രൈസ്തവ വിശ്വാസം ഏറ്റുപറയുന്നു. ക്രിസ്തുവിന് മുൻപുണ്ടായിരുന്ന സകല പ്രവാചകന്മാരും ദൈവിക മനുഷ്യരും വെളിപ്പെടുത്തിയതെല്ലാം ക്രിസ്തുവിൽ പൂർണ്ണമാവുകയാണ്. അവിടുന്ന് ദൈവവചനവും ദൈവവുമായതിനാൽ ദൈവം ലോകത്തോട് പറയാനുള്ളതെല്ലാം അവനിലൂടെ പറഞ്ഞു കഴിഞ്ഞു എന്നും ക്രൈസ്തവർ ഉറച്ചു വിശ്വസിക്കുന്നു. അതിനാൽ മറ്റൊരു പ്രവാചകനോ മറ്റ് പ്രവചനങ്ങളോ ഇനി തികച്ചും അപ്രസക്തമാണ്. ക്രിസ്തു സ്ഥാപിച്ച സഭയുടെ യുഗമാണ് ഇപ്പോൾ. ദൈവപുത്രനായ ക്രിസ്തുവിൽ പൂർത്തിയായ ദൈവിക വെളിപാടാണ് സഭാജീവിതത്തിൻ്റെ നിയമവും മാനദണ്ഡവുമായി വർത്തിക്കുന്നതും.
ഇസ്ലാമിൻ്റെയും ക്രൈസ്തവ വിശ്വാസത്തിൻ്റെയും ഉത്ഭവങ്ങളെ യാതൊരു വിധത്തിലും താരതമ്യം ചെയ്യുക സാധ്യമല്ല. ക്രൈസ്തവ വിശ്വാസത്തിന് അതിപുരാതനമായ വേരുകളും വിവിധങ്ങളായ ആധികാരിക പാരമ്പര്യങ്ങളുമുണ്ട്. ക്രിസ്തുവിന് മുൻപും 20 നൂറ്റാണ്ടോളം പഴക്കം അതിൻ്റെ ദൈവാന്വേഷണങ്ങൾക്കും ദൈവ അവബോധത്തിനുമുണ്ട്. ഇസ്ലാം ക്രിസ്തുവർഷം 6-ാം നൂറ്റാണ്ടിൽ ഒരേ ഒരു വ്യക്തിയുടെ ദൈവാന്വേഷണത്തിൽ നിന്നും ദൈവാനുഭവത്തിൽ നിന്നും മാത്രം ആവിർഭവിച്ചതാണ്. താരതമ്യത്തിന് യാതൊരു പ്രസക്തിയുമില്ലാത്ത 2 വിശ്വാസധാരകളാണ് ഇവ. ഏതെങ്കിലും തരത്തിൽ ഇസ്ലാമിക വിശ്വാസം ക്രൈസ്തവ വിശ്വാസ ചിന്തകളെയോ ക്രൈസ്തവ ചരിത്രത്തിലെ വ്യക്തികളെയോ പരാമർശിക്കുന്നുവെങ്കിൽ അത് ചരിത്രപരമായി തന്നെ അവസാനം വരുന്നവർ മുൻപേ പോകുന്നവരിൽ നിന്ന് കടമെടുക്കുന്നതാണ് എന്ന് നിസ്സംശയം പറയാൻ കഴിയും. ക്രൈസ്തവ ഇസ്ലാമിക വിശ്വാസധാരകളുടെ ചരിത്രവും വർത്തമാനവും വചനഗ്രന്ഥങ്ങളും വ്യാഖ്യാനിക്കുന്ന സത്യാന്വേഷിയുടെ പുതിയ എപ്പിസോഡുമായി വീണ്ടും അടുത്തയാഴ്ച. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങളും നിരീക്ഷണങ്ങളും താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്ക് എഴുതുക. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ.